നമ്മളിത് ഇതൊരു പണ്ടത്തെ ഒരു പാറമട. നമ്മളങ്ങോട്ട് പോവാണ്. വണ്ടി കയറ്റിവിടില്ല, വണ്ടി അവിടെ വരെ വരത്തുള്ളൂ. നമ്മൾ അവിടെ നിന്ന് എന്തായാലും നിർത്തി ഇങ്ങോട്ട് നടക്കുവാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു മലയുടെ മണ്ടയിൽ നിന്ന് ഒരു പാറക്കുളം കാണിച്ചില്ലേ, നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത്. ഇവിടെ കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണോ എന്നൊന്നും അറിയത്തൊന്നുമില്ല, എന്നാലും കയറി പോവാണ്. നാട്ടുകാരെല്ലാം എല്ലാം അറിഞ്ഞ് വല്ല ഇടിയും വെച്ച് കഴിഞ്ഞാൽ കൊള്ളുക, അല്ല വേറൊരു വഴിയില്ല. ഇവിടെ എല്ലാം ചെറിയ ഷെഡുകളൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ. അത് മുമ്പോട്ട് പോയി നോക്കാം എങ്ങനെയാണ്. ഇതുവരെ അവിടെ പൂട്ടിയിട്ടേക്കുവാ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ആരും ഇങ്ങനെ പോയി ഇല്ല എന്നൊക്കെ തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അപ്പം അതേ നമ്മൾ ഏകദേശം എത്തി. ഇതിന് മണ്ടയിരുന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത്. മൊത്തം ഈച്ചയായിട്ടോ, എന്തൊക്കെ ഈച്ച ഒന്ന് മോന്തയ്ക്ക് പിടിക്കുന്നു എല്ലാമാണ്. നല്ല JCBയുടെയൊക്കെ ടയറിൻ്റെ ഗ്രിപ്പ് പാടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കുളമുണ്ട്, അത് കിട്ടുമായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ആ മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ പച്ച കളറ് ആയിട്ടാണ് കിടക്കുന്നത്. മുകളിലോട്ട് കിടപ്പുണ്ട്, ഇങ്ങോട്ടാണ് കിടപ്പുണ്ട്. അത് ഈ താഴോട്ട് കിടക്കുന്ന സ്ഥലത്താണ്, അവിടെയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ പാറക്കുളം ഉള്ളത്. പോകാൻ പറ്റുമോ നോക്കട്ടെ. നടന്നു വന്ന് മൊത്തം വേർത്ത് കേട്ടോ. ഇത് രക്ഷയില്ല. ഇതിൻ്റെ മണ്ടയിലും കണ്ട് നിന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചതെന്ന് തോന്നുന്നു. ഇത് തന്നെ ഈ സാധനം ആ കമ്പി നിൽക്കുന്നുണ്ടോ അവിടെ. രക്ഷയില്ല കേട്ടോ. ഇത് ആ മല ഏകദേശം ഞാൻ നിൽക്കുന്നിടത്തോളം ഉണ്ടായിരുന്നു കാണണം. കുറച്ച് വരാൻ പറഞ്ഞാൽ കൂടുതൽ വരുന്ന ആൾക്കാരാണല്ലോ നമ്മൾ മലയാളികൾ. അപ്പം പിന്നെ ഇത് വലിയ അതിശയമില്ല. ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളം ഇത് പാറ പൊട്ടിച്ച് കുളത്തിൽ പാറ മുഴുവൻ പൊട്ടിച്ച് ഒരു വലിയ കുഴിയാക്കി എടുത്തതാണ്. എത്ര വർഷത്തെ പരിപാടി കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര ആയത്. അല്ല, ഇതിൻ്റെയൊക്കെ പൊക്കം കണ്ടില്ലേ, ആകാശം ഫുള്ള് ബ്ലൂ കളറിൽ കാണാൻ എന്നൊക്കെ നോക്കിയപ്പോൾ നേരിട്ട് കാണുമ്പോഴുള്ളൊരു കാഴ്ച നിങ്ങൾ കാണാൻ തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ട് കയറ്റി വിടുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞങ്ങളെന്തായാലും കയറി ഇങ്ങി പോകുന്ന ഇപ്പോൾ ചെല്ലുമ്പം മാറിലും വായും തെറിയിട്ട് ഞാൻ കേൾക്കുക. കുളം നോക്കിയേ, നമുക്ക് താഴ്വഴി ഒന്ന് പോയി നോക്കാം. ക്ലിയർ ആയിട്ട് കാണാൻ നോക്കാം. എന്നാലും നാട്ടുകാരും കണ്ടില്ല, നമ്മൾ ഇറക്കി വിട്ടിട്ടില്ല. അപ്പോൾ ഇറക്കി വിടുന്നതിന് മുമ്പ് താഴെ തന്നെ നോക്കാം. നമ്മൾ ആ വെള്ളം കണ്ട ആ സ്ഥലത്തോട്ട് പോവാം. അപ്പം സംഭവിച്ചിട്ട് ഡേഞ്ചറാണ്. അതായത് ഇത് സ്റ്റേ ചെയ്ത് പോയ സ്ഥലമാണ്. അപ്പം നല്ല ആഴമൊക്കെ കാണും. പാറക്കുളമോ എന്തോരം ആഴം കാണും, എന്തോരം താഴ്ച കാണുമെന്ന് നമുക്കറിയത്തില്ല. ആരിങ്ങോട്ട് അങ്ങനെയൊന്നും വരരുത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് കണ്ടു, പോയി നോക്കാം. ശരിക്കും ഞാൻ ആ മലയിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ വന്നു. പാറൂട്ട് എന്തായാലും നടന്നു പോവുക. കാടൊക്കെയാണ്. വരുന്നവർ സ്വന്തം റിസ്കി വരല്ലേ, അത്രേ ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് പറയാം, നമ്മുടെ വീഡിയോ കണ്ടിട്ടാ വന്നേന്ന് പറയല്ലേ കേട്ടോ. ഫുള്ള് കാട് പിടിച്ചിരിക്കും. കഴിഞ്ഞാൽ അല്ല പാമ്പുണ്ടോയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ മലമണ്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വഴിയിലൊരു പച്ചിലപ്പാമ്പിനെയൊക്കെ അടിച്ച് അവിടെ കൊന്നിട്ടേക്കുക. എൻ്റെ അതേപോലെ പാമ്പൊക്കെ ഉണ്ടോയെന്നില്ല, അറിയത്തില്ല. അതായത് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. എന്തോരം വണ്ടി ഓടിയിട്ടുണ്ടെന്ന് ഇവിടുത്തേലാട്ടോ. കാരണം നിങ്ങൾ നോക്കിക്കോ, ആ മല ചിലപ്പം മുട്ടി ചിലപ്പോൾ ഇപ്പം ഈ സാധനത്തിൽ നിന്ന് മുട്ടി നിന്ന മലയായിരിക്കും. അതായിരിക്കും ഇത്രയും പൊട്ടിച്ച് ഇത്രയും ആക്കി എടുത്തേക്കുന്നത്. എന്തായാലും വർഷങ്ങൾ നീണ്ട പൊട്ടിയിലായിരിക്കും അല്ലേ. ആ കുളത്തിൻ്റെ കളർ നോക്കി, ആരും ഒന്ന് വിളിച്ച പോലൊരു സൗണ്ട്. തെറി വിളിക്കാൻ വല്ലതും ആണോന്ന് അറിയത്തില്ല. ഇപ്പുറേ കിടന്നട്ടാ കുളം. ചാടാനൊക്കെ തോന്നും, ചാടരുത്.
എനിക്ക് നീന്തൽ അറിയത്തില്ല, അറിയാവുന്നവരൊന്നും ചാടല്. ഇതിനകത്ത് നല്ല കല്ല് കാണൂടെ, കൂർത്ത കല്ലുകളെ ചാടിക്കഴിഞ്ഞാൽ തലയിലൊക്കെ കൊണ്ട് കയറും. നല്ല പച്ച കളറിൽ കിടക്കുന്നു. എൻ്റെ പിന്നെ എൻ്റെ രസമല്ലേ, എന്താഴ്ച നല്ല രീതിക്കാണ് അല്ലേ, ഉറപ്പല്ലേ? നന്നായിട്ട് പൊട്ടിച്ച് പിന്നെ ഹൈറ്റാന്ന് നോക്കിയാൽ അതിനെ കൊണ്ടത് ഞാൻ താഴ്ത്തു കഴിഞ്ഞാൽ സുഖമായിരിക്കും. അധികം നേരം ഞങ്ങളോട് നിൽക്കുന്നില്ല, വല്ല നാട്ടുകാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇടിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായി. അപ്പം ഞങ്ങളെന്തായാലും തിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം വീഡിയോ ആയി പിന്നെ കാണാം. ബൈ.